എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ MBBS കോളേജ് തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്? സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ടും സ്റ്റേറ്റ് കോളേജും തമ്മിലുള്ള വ്യത്യാസം. ഒന്നാമത്തെ കാര്യം സ്റ്റെബിലിറ്റിയാണ്. അതായത് പ്രോപ്പർ അഡ്മിനിസ്ട്രേഷൻ, എല്ലാം പക്ക എന്നൊക്കെ പറഞ്ഞാൽ എന്താ? എക്സാമിന് ഡേറ്റ് വരുന്നു, എക്സാം നടക്കുന്നു, പ്രോപ്പറായിട്ട് റിസൾട്ട് വരുന്നു, എല്ലാം പക്ക പക്ക പക്ക. ഇൻസ്റ്റിറ്റ്യൂഷണൽ കോട്ട, നമ്മളോട് ആരും പറയാത്ത അനഗ്നമായ സത്യം. അതായത് നാളെ നിങ്ങൾ 5 വർഷം കഴിഞ്ഞ് PG എന്ന് പറയുന്ന എൻട്രൻസിന് ഇരിക്കും. ഇപ്പോഴത്തെ ഒരു നാട്ടിന്റെ സിറ്റുവേഷൻ വെച്ച് എല്ലാവരും ഇരിക്കേണ്ട അവസ്ഥയിലാണ് ഇപ്പൊ എല്ലാവരും. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എക്സ്ട്രാ റിസർവേഷൻ കൂടി ഇന്ത്യ ഗവൺമെന്റ് തരുന്നുണ്ട്. അതാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ കോട്ട. അത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലില്ല, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലില്ല, അത് എയിംസിലുണ്ട്. അതിപ്പോ ഡൽഹി പഠിച്ചൊരു കുട്ടിയെന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ ജിപ്മറിൽ. ഇപ്പൊ ആ ജിപ്മർ എന്ന് പറയുന്ന കോളേജിലെ 50% സീറ്റുകൾ IP കോട്ടയാണ്. അവിടെ പഠിച്ച കുട്ടികളുടെ റിസർവേഷൻ ഉണ്ട്. എന്ത് സുഖമായിരിക്കും ഒരു PGക്ക് സീറ്റ് കിട്ടാൻ. അത് വേണോ വേണ്ടെന്ന് നിങ്ങൾ തീരുമാനിക്കുക. എനിക്ക് കോഴിക്കോട് എന്റെ വീടിന്റെ അടുത്താണ്, എനിക്ക് ഇവിടുത്തെ ഫുഡൊക്കെ മതി, ഞാൻ ഇവിടെ പഠിച്ചോളാം എന്ന് പറഞ്ഞാൽ ഒരു തെറ്റില്ല. അത് നിങ്ങളുടെ തീരുമാനമായിരിക്കണം. അറിഞ്ഞുകൊണ്ടായിരിക്കണം ഈ തീരുമാനം. നാളെ 5 വർഷം കഴിയുമ്പോൾ അയ്യോ അന്ന് ഞാൻ എയിംസ് ഭുവനേശ്വർ എടുത്തിട്ട് എനിക്ക് PGക്ക് ഇത്ര കഷ്ടപ്പെട്ട് പഠിക്കേണ്ടി വരില്ലായിരുന്നു എന്നൊരു തോന്നലപ്പം ഉണ്ടാവില്ല.